കാണുന്നതിനൊക്കെ ഒരു റൗണ്ട് നെക്ക് ഡിസൈൻ ചെയ്തെടുത്തത്. ഈ റൗണ്ട് നെക്ക് ഡിസൈൻ അതേമാതിരി ഉണ്ടാവും കാണാൻ. ഈ നെക്ക് എങ്ങനെ ചെയ്യാന്നുള്ള വിധം ഞാൻ കാണിച്ചു തരാം. ഒരു നെക്ക് ഡിസൈൻ തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലൈറ്റ് പിങ്ക് കളറുടെ നൂലാണ് എടുത്ത് ഞാൻ ഇത് ചെയ്ത് വെക്കുക. ചെയിനിടുക 150 ചെയിൻ 150 ചെയിൻ ഇട്ട് വയ്ക്കുക. എന്നിട്ട് ആദ്യം ചെയിൻ ഇട്ട് വയ്ക്കുക. വൺ 150 ചെയിൻ ഇട്ട് വയ്ക്കുക. 150 ചെയിൻ ഇട്ട് ഈ ഓരോ ചെയിനിൻ്റെ മുകളിൽ നിന്നും ഒരു സിംഗിൾ ക്രോഷ്യ ആദ്യം ചെയ്തെടുക്കുക. സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. അതേമാതിരി ഈ അറ്റം വരെ ചെയ്തെടുക്കണം. ഈ അറ്റം വരെ ചെയ്തെടുക്കുക സിംഗിൾ ക്രോഷ്യ. അതേമാതിരി ഞാൻ എല്ലാത്തിൻ്റെ മുകളിൽ നിന്നും ഈ ഇതെടുത്ത് സിംഗിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ട് ഇത് അവിടെ വരെ ഇനി ഇതിവിടെ ജോയിൻ്റ് ആക്കി കൊടുക്കും. ഇന്നില്ല അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തുകൊണ്ട് ഇനി അടുത്തതിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. പക്ഷെ എങ്ങനെ വെച്ചാൽ ആദ്യം 3 ചെയിൻ, അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് അടുത്തതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്തെടുക്കുക. 3 ഡബിൾ ക്രോഷ്യ ഇവിടെ കണ്ടു. അടുത്ത ചെയിനിൻ്റെ മുകളിൽ ചെയ്താൽ 2 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്തെടുക്കുക. ഒരു ചെയിനിൻ്റെ ഉള്ളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്തെടുക്കുക. വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ചെയിനിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്തെടുക്കുക. ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്തെടുക്കും. 3 എണ്ണം. 4ാമത്തെ ഡബിൾ ക്രോഷ്യ ആവുന്ന സമയത്ത് 2 എണ്ണം വെച്ച് ഇതിൻ്റെ മുകളിൽ ചെയ്തെടുക്കണം. പൈസ അങ്ങനെ ചെയ്തെടുത്ത് അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് കൊണ്ടുവരണം. ഇത് അതേമാതിരി റൗണ്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ റൗണ്ട് നെക്കല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതേമാതിരി ഉണ്ടാവും റൗണ്ട് കണ്ട്. ആ റൗണ്ട് തയ്ക്കുന്ന സമയത്ത് നെക്കിൻ്റെ ഡിസൈൻ ഇതേമാതിരി വരും. അടുത്ത് ചെയ്യുന്നത് അടുത്ത് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ഇതവിടെ വന്നില്ല, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് ഒരു 4 ചെയിനുണ്ട്. 1 2 3 4 ചെയിനുണ്ട്. 4 ചെയിനിട്ടിട്ട് ഒന്ന് ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ അതേമാതിരി ഇവിടെ വന്നു. പിന്നെ ഈ 4 ചെയിനിടുക. ഒന്ന് ഒഴിവാക്കിയിട്ട് 2 ഒഴിവാക്കിയാലും കുഴപ്പമില്ല. അങ്ങനെ ഒഴിവാക്കി കൊടുക്കുക. സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കിക്കൊണ്ട് വീണ്ടും 4 ചെയിനിടുക. 4 ചെയിനിട്ടിട്ട് ഒന്ന് ഒഴിവാക്കി 2 ഒഴിവാക്കി കൊടുക്കുക. അങ്ങനെ ഈ റൗണ്ട് ഇതേമാതിരി ചെയിനിട്ടൊരു 2 റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് കൊണ്ടുവരിക. അത് കാണിക്കും. അതേമാതിരി ഞാൻ എല്ലാ റൗണ്ടിൽ ഫുള്ളായിട്ട് ചെയിനിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് അടുത്ത് ചെയ്യുന്നുണ്ട്. അടുത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതവിടെ നമ്മളൊരു ചെയിനിട്ട് വെച്ചിട്ടുണ്ട്. ഇത് അവിടെ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെയ്യുക. 3 ചെയിൻ. അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക.
മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യ 6 4 5 6 7 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ടുണ്ട്. 7 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ കണ്ട് ഇങ്ങനെ വന്നു ഇത് ചെയ്യുന്നൊരു ചെയിനിടുക. ഒരു ചെയിൻ ഇട്ടിട്ട് ഈ അടുത്ത ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി കണ്ടു അങ്ങനെ വന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഒരു ചെയിനിടുക. ഒരു ചെയിനിട്ട് ഇതിൻ്റെ മുകളിൽ ഇതേമാതിരി 7 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 4 4 5 5 6 7 ഡബിൾ ക്രോഷ്യ ഇവിടെ ചെയ്തെടുത്ത് എന്നിട്ട് ഒരു ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി കണ്ടു അതേമാതിരി വന്നു ഇങ്ങനെ കണ്ടു. ഇങ്ങനെ ഈ റൗണ്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ചെയ്ത് കൊണ്ടുവരിക. ഒരു ഡബിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി കൊടുത്ത് ഈ ഫുള്ളായിട്ട് ഈ റൗണ്ട് ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെ ചെയ്തെടുക്കുക. അതേമാതിരി ഇവിടെ നമ്മൾ ചെയ്ത് വെച്ച വി ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതേമാതിരി 7 ഡബിൾ ഇവിടെ ഈ ഇതിൻ്റെ അകത്ത് ചെയ്ത മാതിരി തന്നെ 7 ഡബിൾ ക്രോഷ്യ ഇതിൻ്റെ അകത്ത് ചെയ്തെടുക്കണം. ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ 2 ചെയിനുണ്ട് ഇവിടെയാണ്. 2 ചെയിൻ ഇട്ടിട്ട് ഇവിടെ നടുക്കിലിട്ട് ഇതുണ്ടല്ലോ അവിടെ അങ്ങനെ ജോയിൻ്റ് ആക്കി കൊടുക്കുക. ഇതേമാതിരി വന്നു ഇവിടെ. വീണ്ടും ഒരു കാര്യം വീണ്ടും 2 ചെയിനിട്ടിട്ട് ഈ ഒരു ഡബിൾ ഇതില്ലേ ഇതിൻ്റെ ഉള്ളിൽ ഇതേമാതിരി തന്നെ 7 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. നാല് അവിടെ 7 ഡബിൾ ക്രോഷ്യ ക്രോഷ്യായിട്ട് 2 ചെയിനിടുക. 2 ചെയിൻ ഇട്ടിട്ട് ഈ നടുക്കിൽ നമ്മൾ ഗ്യാപ്പ് വെച്ചിട്ടുണ്ടല്ലോ അത് അവിടെ അങ്ങനെ ഇതിൻ്റെ അകത്ത് ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തിട്ട് ജോയിൻ്റ് ആക്കി കൊടുക്കുക ഇവിടേക്ക്. അപ്പം അതേമാതിരി വരും ഇവിടെ അങ്ങനെ കണ്ടോ. ഈ തയ്ച്ചെടുക്കുമ്പോൾ അതേമാതിരി വരും. ഇനി അടുത്തതിൽ ഇവിടെ അതേമാതിരി 2 ചെയിൻ ഇട്ടിട്ട് ഇവിടെ ഇതേമാതിരി തന്നെ 7 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ അങ്ങനെ ഇതേമാതിരി
അടുത്ത ഇവിടെ ചെയ്യാണ്ട് ഇതങ്ങനെ വരും ഇവിടെ അങ്ങനെ. ഇതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. അതുവരെ തയ്ച്ചെടുത്ത സമയത്ത് ഈ നെക്ക് ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. ഇനി 2 ലൈനും കൂടെ നല്ല ഭംഗിയിൽ തയ്ച്ചെടുക്കാം. ഇനി ഒരു അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യുക നോക്കാം. അടുത്ത സ്റ്റെപ്പ് ഇതുവരെയാണല്ലോ നമ്മൾ തയ്ച്ച് വെച്ചത്. പിന്നെ അതേമാതിരി ഇനി അടുത്ത് ചെയ്യുന്നത് അടുത്ത ഇവിടെ അതുവരെ തയ്ച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇവിടുന്ന് ചെയിൻ ഇതേമാതിരി തന്നെ 3 ചെയിൻ ഇട്ടിട്ട് ഈ നടുക്കിലുണ്ടല്ലോ 3 4 നടുക്കുള്ളതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി സിംഗിൾ ക്രോഷ്യ എടുത്ത് നമ്മൾ ജോയിൻ്റ് ആക്കി. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അടുത്ത പിന്നെ വീണ്ടും 3 ചെയിൻ ഇട്ടിട്ട് ഇവിടെ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ ഇവിടുത്തെ കൊടുത്ത ഈ ഗ്യാപ്പിൻ്റെ അകത്ത് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. നേരത്തെ ചെയ്ത മാതിരി ഡബിൾ ക്രോഷ്യ ചെയ്ത് വീണ്ടും 3 ചെയിനിട്ട് വെച്ചിട്ട് ഇവിടെ അതേ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ഡബിൾ ക്രോഷ്യയും കൂടി. അപ്പോൾ ഇവിടെ വി മാതിരി വരി കണ്ടോ, വരി കണ്ടോ ഇങ്ങനെ വന്നു. അടുത്ത് നേരത്തെ ചെയ്ത മാതിരി തന്നെ അതേമാതിരി തന്നെ ഇവിടെ അതേമാതിരി ഉണ്ടോ, ഇതേമാതിരി ചെയിനിട് 3 ചെയിനിട് 3 ചെയിനിട്ടിട്ട് ഈ നടുക്കിലത്തെ 4ാമത്തേൻ്റെ 3 അപ്പുറവും 3 ഈ സൈഡിൽ ഒഴിവാക്കിയിട്ട് 4ാമത്തേൻ്റെ മുകളിൽ ലോക്കിടുക. ഇതേമാതിരി ഇനി അടുത്ത 3 ചെയിനിട്ടിട്ട് ഇതാ ഇവിടെ ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ ഈ നടുക്കിൽ നമ്മൾ ചെയിനിട്ട് വെച്ചില്ലേ അവിടെ ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ട് 3 ചെയിനിടുക, വീണ്ടും ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇതേമാതിരി ചെയ്ത് ഈ റൗണ്ട് ഇതെവിടെ ചെയ്ത മാതിരി തന്നെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇവിടെ ഒന്നും കൂടെ ചെയ്ത് ഒരു റൗണ്ടും കൂടെ ചെയ്തെടുക്കുക. അത് കാണിച്ചു തരാം. അതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ചെയ്ത് ഇനി അടുത്ത ഒരു ലൈനും കൂടെ ഇതേമാതിരി ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ വർക്ക് ഇവിടെ കഴിഞ്ഞുണ്ട്. അപ്പോൾ ചെയ്തെടുക്കുക ഒരു ലൈനും കൂടെ. അപ്പം എങ്ങനെ ചെയ്യുക വെച്ചാൽ 2 ചെയിനിട്ടിട്ട് ഈ ഒരു വി ഇതിവിടെ ഉണ്ടായി അതിൻ്റെ ഉള്ളിലേക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇവിടെ നമ്മൾ എത്ര ഇതെടുത്ത് 7 ഇതാണ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ അതേമാതിരി തന്നെ 7 ഡബിൾ ക്രോഷ്യ ചെയ്ത് അതേമാതിരി 7 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് അടുത്ത എന്താ ചെയ്യുക വെച്ചാൽ ഇവിടെ എല്ലാം ചെയിനിടുക. 2 ചെയിനിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കുക. സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി ഇതേമാതിരി വന്ന് ഉണ്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് ഇതേമാതിരി 2 ചെയിനിടുക. ചെയിനിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഇതേമാതിരി തന്നെ 7 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്തിട്ട് ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതേമാതിരി വരും.
അപ്പോൾ ഈ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞു. ഈ നെക്ക് ഡിസൈനിൻ്റെ വർക്ക് ഇത് അവിടെ കഴിഞ്ഞു. ഈ നെക്ക് ഡിസൈൻ കാണാൻ ഇതേമാതിരി ഉണ്ടാവും.